ഞങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു സ്ത്രീ, ആ സ്ത്രീ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിയമത്തിൻ്റെ പഴുതുകളുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ. അതിനിവിടത്തെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതിനെ സഹായിക്കാൻ കേരള സർക്കാരുണ്ട്, അതിന് ഔദ്യോഗിക ചാനലുകളുണ്ട്. അവർ മുഖേന വരുന്ന സന്തോഷ വാർത്തകൾ ആസ്വദിക്കാനല്ലെങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അത് പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒക്കെ നേർക്ക് നേരെ വളഞ്ഞ വഴിയിൽ ഒരു ചുക്കും ചെയ്യാതെ നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം അതിൻ്റെ വിധി കോടതി പറഞ്ഞു. അവിടെ എവിടെ നിങ്ങൾ 14 നിങ്ങളെ ചർച്ച എവിടെ നടന്നിട്ടുള്ളത്? എന്നാ ഡേറ്റിങ്ങൊക്കെ ഒന്ന് തിരുത്തിങ്ങാണ്ട് അതിൽ പ്രസിദ്ധീകരിച്ചുകൂടായിരുന്നു. അതുപോലെ ചിന്തിച്ചിരുന്നല്ലോ. പിന്നെ അതിൻ്റെ കോപ്പി വേറെ ആളെടുത്തുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ അത് കുടുങ്ങു വിചാരിച്ച് കഴിയുമ്പോൾ തൊടാതിരുന്നതാണ്. ചാനലുകാർക്ക് പിന്നെ ആളുകൾ കാണല്ലേ വേണ്ടി, അതോടുകൂടി പിന്നെ ഓല മെയിൻറ്റെയിൻ ചെയ്തില്ല. എന്നിട്ടിപ്പോൾ എന്തൊക്കെ ഉണ്ടായി? അതിൻ്റെ അടുത്ത വിഷയം വന്നു. അതെന്താ? അതങ്ങനെ പോയി, നമ്മൾ വിശദീകരിച്ചു. പലർക്കും അത് നമ്മൾ അന്ന് എന്തിനാ ഞങ്ങളൊക്കെ അത് വിശദീകരിച്ച് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ഡേറ്റൊക്കെ വന്ന് സംഗതി തിരിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് പറയേണ്ടതാണ്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് പിറ്റത്തെ വാർത്ത. എന്ത്? വധശിക്ഷ റദ്ദാക്കിയതായി മർക്കസ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. ഇതെന്താ മാസം കണ്ട വിവരറ്റല്ലേ? അതെന്നെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റൂല, അത് പാണക്കാട്ടിൽ നിന്ന് വരണം. മർക്കസ് ഓഫീസിൽ നിന്ന് എങ്ങനെ ശിക്ഷ റദ്ദാക്കല്? നമ്മൾ അന്ന് തന്നെ ചോദിച്ചു, അത് ഇതെവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ കാരണം വരെ നമ്മൾ പറഞ്ഞു കൊടുത്തു. കേന്ദ്രത്തിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളിൽ ചിലത് നടക്കാൻ പോകുന്നു എന്ന് മണത്തറിഞ്ഞപ്പോൾ ആ പോകുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാക്കാൻ വേണ്ടി നേരത്തെ തന്നെ വെടിവെച്ചതാണ്. എന്താ ഉണ്ടായതിപ്പോൾ? വധശിക്ഷ റദ്ദാക്കി മാറ്റി ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടൽ വരുന്നു. അവർ പറഞ്ഞു ഇതെല്ലാം പച്ച കള്ളങ്ങളാണ്, സത്യത്തിൻ്റെ ഒരംശം പോലും അതിലില്ല. മാത്രമല്ല, ഇവർ ഓരോ പോസ്റ്റ് ഇടുമ്പോഴും ഈ പിന്നെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരനുണ്ട് അബ്ദുൽ ഫത്താഹ് ഇന്നലെയും പോസ്റ്റ് ഇട്ടിന്. അബ്ദുൽ ഫത്താഹ് മഹ്ദി ഇന്നലെ പറയുന്നത് വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളത് സാധാരണ ഉള്ള ഒരു പ്രവർത്തനം മാത്രമാണ്, അതുകൊണ്ട് അത് റദ്ദാക്കി എന്നാരും പറയണ്ട, ഉടനെ നടത്തണമെന്നതാണ് ഞങ്ങളുടെ നിയമം. മത്തുലബുന അൽ ഖിസാസ് എല്ലാത്തിലും ഉണ്ടാവും. അതിലാണ് ഒരു പോസ്റ്റിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പേരെന്നെ പരാമർശിച്ചു. കാന്തപുരം തന്നെ എഴുതി. ഞാൻ ഈ വാർത്തയിലൊക്കെ കാന്തപുരം കേൾക്കുമ്പോൾ ഏതോ ഒരു സാധനം വിചാരിച്ച് മുമ്പ് എഴുതി. എന്നിട്ട് ഹുന നുദക്കിറു ബിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സത്യം പറയണ്ടേ എന്നാണ് അബ്ദുൽ ഫത്താഹ് മഹ്ദി ചോദിച്ചത്. എന്തൊക്കെ ഇവരുണ്ടാക്കാൻ നോക്കിയെന്നാണ്. അവസാനം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, അന്നെ പറഞ്ഞു, ഇവർ റദ്ദാക്കി എന്ന് പറഞ്ഞ് അന്നെ പറഞ്ഞു ആ വാർത്ത തെറ്റാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് വന്ന സൂചനയാണത്. എന്നാൽ ആ റിപ്പോർട്ടുകൾ തള്ളുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവമെന്നാണ് കേന്ദ്രം പറയുന്നത്. പിയ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. പിയ സുനിൽ, ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നത്. കാന്തപുരം ഭാഗത്തു നിന്നുമാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവരതിന്റെ ചില രേഖകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് തള്ളുകയാണോ ഈ വാർത്ത? തള്ളും. കള്ളത്തരം പറഞ്ഞാൽ കേന്ദ്രത്തിന് തള്ളേണ്ടി വരും. അപ്പോൾ നമ്മളോട് കെജിപ്പന്ന കേന്ദ്രത്തിൻ്റെ ആളായി. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന എല്ലാവരുടെയും ആളുകളാണ്. അതിലിപ്പോൾ ഏത് പാർട്ടി ആയാലും, ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു വിദേശകാര്യമന്ത്രി, ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങളെ അമിത്ഷൻ്റെ അടുത്തൊക്കെ പോയിരിക്കണേ, എന്തിനാ നിങ്ങളവിടെ പോയിരിക്കണേ? ഇന്ത്യ രാജ്യത്ത് ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടെങ്കിൽ അത് ഓരോ പൗരനും അതുമായി ബന്ധപ്പെട്ടതാ. അതേത് പാർട്ടി എന്ന് നമുക്ക് നോക്കണ്ട. നമ്മൾ പറയുന്നത് ഭരണാധികാരികൾക്ക് വഴിപ്പെടണം. അലൈക്കും ബിസ്സംഇ വത്വാഅ വഇൻ തഅമ്മറ അബ്ദൻ ഹബശിയ എന്നാണ്. വഇൻ തഅമ്മറ അബ്ദുൻ ഹബശിയുൻ.
നീഗ്രോ വർഗക്കാരനായ അടിമയാണ് നിങ്ങളുടെ മേലിൽ അധികാരമേൽപ്പിക്കപ്പെട്ടതെങ്കിലും അവർക്ക് വഴിപ്പെട്ടോളണം എന്നാണ്. അപ്പൊ സർക്കാരിന് വഴിപ്പെടന്നെ വേണം. അപ്പൊ നിങ്ങൾ അടിസ്ഥാനം തന്നെ പാളി, ഇല്ലാത്ത ഒരു ചുക്കുങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ലോകർക്കൊക്കെ വെളിവായി. ഒക്കെ കഴിഞ്ഞ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്പെഷ്യൽ വക്താവ് വന്ന് വീണ്ടും വാർത്താ സമ്മേളനം തന്നെ നടത്തിയിട്ട് അയാൾ പറഞ്ഞു, അത്തരം എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായി എന്ന വാർത്ത പോലും വാസ്തവ വിരുദ്ധമാണ്, പച്ചക്കള്ളമാണ്. ഇവരതിനിടയിൽ പല തട്ടിപ്പും നോക്കുന്നുണ്ട്. ഇവർക്ക് പറ്റുന്ന അഡ്വക്കറ്റുമാരെയും ഇവർക്ക് പറ്റുന്ന ആക്ഷൻ കൗൺസിലൊക്കെ പിടിച്ച് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുണ്ടാക്കി നോക്കുന്നുണ്ട്. ഇതിൽ നിന്നൊന്ന് മുഖം രക്ഷിക്കണമല്ലോ. മാപ്പ് എന്ന് പറയുന്ന ആളുകളാണ് ഇതിൽ കൊണ്ടേ കുടുക്കിയത് മൂപ്പരെ. പിന്നെ മാപ്പ് എന്ന് പറയാൻ പറ്റുമോ? എവിടേക്കാ ഞങ്ങളെ പോക്ക്? വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം തന്നെ നടത്തിയിട്ട് നിങ്ങളുടെ ഈ അവകാശവാദം തെറ്റാണ് എന്ന് പച്ചയായി പറഞ്ഞു. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഇന്നലെ വന്ന വാർത്താ സമ്മേളനം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വാദങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. മോചനവുമായി ബന്ധപ്പെട്ട് ചില പുരോഗതികൾ ഉണ്ടായെന്ന അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. Government of India has been extending all possible assistance in this case. We are also in touch with some friendly governments on this particular issue. Also like to underline this particular point that this is a sensitive and complex case, and therefore I would urge all to be mindful that and misinformation are not helpful at all. Insofar as the reports claiming there has been certain developments, etc. Such reports are incorrect. Please wait for an update from us. This is a sensitive matter and we urge all sides to stay away from misinformation. ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്നുണ്ട്. ബാലഗോപാൽ, ഈ നിമിഷപ്രിയയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ വളരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന വാർത്തകൾ. വധശിക്ഷ റദ്ദാക്കിയെന്ന കാന്തപുരം പറയുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അത് തള്ളിക്കൊണ്ട് കേന്ദ്രം ഇടപെടുന്നു. വീണ്ടും ഇടപെടലുകൾ നടത്തിയെന്ന വാദങ്ങൾ വരുന്നു. ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഔദ്യോഗിക ഭാഷയിൽ കേന്ദ്രം പറയുന്നത് മുഖവിലേക്ക് എടുക്കണം. മറ്റു ഭാഗത്തുനിന്ന് കാന്തപുരത്തിൻ്റെതായ ചില വാദങ്ങളും വരുന്നുണ്ട്. എന്താണിപ്പോൾ കേന്ദ്രം അടിയുറച്ച് പറയുന്നത്? ഇതിൽ അനാവശ്യ വാദങ്ങൾ ഒഴിവാക്കണമെന്നാണ്. ദിവിഷ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു എന്ന നിലപാടാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ ഇവാഞ്ചലിസ്റ്റായ കെ എ പോളും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ രണ്ട് വാദവും സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിന് ചില സൗഹൃദ രാജ്യങ്ങൾ, അതായത് ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ള ചില രാജ്യങ്ങളുടെ സഹായത്തോടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റ് തരത്തിലുള്ള വ്യാജ വാർത്തകൾ, അതായത് മറ്റു വാർത്തകളൊക്കെ തന്നെ വ്യാജ വാർത്തകളാണ്. അത്തരം വാർത്തകളിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അകലം പാലിക്കണമെന്ന ഒരു ആവശ്യവും ഇന്ന് കേന്ദ്ര ഞങ്ങളന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞല്ലോ, മർക്കസ് ഓഫീസറിനെ യമന്റെ തലസ്ഥാനമല്ലാന്ന് ഈ മാധ്യമപ്രവർത്തകർക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? ഒന്ന് അന്വേഷിക്കേണ്ടത് ഏടുന്ന് കിട്ടി. മറ്റേ യമന്റെ വിദേശകാര്യമന്ത്രി ജവാദ് മുസ്തഫയൊക്കെയാണ് വന്നിട്ട് വാർത്ത കൊടുക്കില്ലേ? ഓൻ്റെ വിചാരം ഓർത്ത മന്ത്രിയാന്നാ. എവിടെ പോയിപ്പോൾ ഇവരെ ഇതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് കൂടി പറഞ്ഞുതരാം. ഇതുകൊണ്ട് എന്തുണ്ടായി? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, നയതന്ത്ര ബന്ധമുള്ള രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഭരണകൂടത്തോടും ഗോത്രത്തലവന്മാരോടും ചർച്ച ചെയ്ത് ഇതിങ്ങനെ ഏകദേശം അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്താണ് ഇവർ ഈ വാർത്ത കൊടുക്കുന്നത്. വാർത്ത കൊടുത്തു എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരനുണ്ട് അബ്ദുൽ ഫത്താഹ് മഹ്ദി, അയാൾക്ക് അവിടെ ഒരു റോളും ഇല്ല എന്ന് ഈ മുസ്തഫവി ഒന്നുകൊണ്ട് പറയാണ്. അയാളെ ചൂടാക്കി. അയാളാണ് ആ ഉമ്മനും ബാപ്പനും ഈ കൊല്ലപ്പെട്ട ആളെ മക്കളെയൊക്കെ നോക്കുന്നതും ഇതിൻ്റെ കേസിനുള്ള പൈസ വരെ കൊടുക്കുന്നത് അബ്ദുൽ ഫത്താഹ് മഹ്ദിയാണ്. അയാളെ പ്രകോപിപ്പിച്ചു. അയാൾ ശക്തമായി നിന്നു, ഞാനും ചർച്ചയ്ക്ക് തന്നെ വരണ്ടെന്ന് പറഞ്ഞു. എല്ലാ ചർച്ചകളും വഴിമുട്ടി എന്നാ പറഞ്ഞത്. ഇവരെ ഈ
പബ്ലിസിറ്റി കൊണ്ട്, കേരളത്തിലെ കാന്തപുരം വിഭാഗം കൊണ്ട് ഒരു പെണ്ണ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളിടത്ത് നിന്ന് ആ സാധ്യത വരെ മങ്ങുകയാണ്. ഇപ്പൊ ഞങ്ങളതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ എന്താവും? ഈ ഒരു വലിയ അപകടം കേരളത്തിൽ നടന്നപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു, മുസ്ലിങ്ങളൊക്കെ അതിന് ഉത്തരവാദിയാണ് എന്ന് ഇവിടുത്തെ സർക്കാരും മറ്റു മതക്കാരും പറയുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാലോ, ഈ കള്ളത്തരത്തിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല. ഞങ്ങൾക്കന്നറിയാമായിരുന്നു കാന്തപുരം ഒരു ചുക്കും ചെയ്തിട്ടില്ല, യമനിൽ ഒരു ഇടപെടലും നടത്താൻ സാധ്യമായിട്ടില്ല എന്ന് ഞങ്ങളന്ന് പറയുമ്പോൾ ഇത് ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എല്ലാവരും ആശംസ അർപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും ഒരാശംസ ഇട്ടാൽ ഒരുപക്ഷെ ഞങ്ങളും നന്നായി എന്ന് രണ്ട് തെറിവീരന്മാർ പറഞ്ഞു കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാം ഇത് മുസീബത്താണ്. ഈ മുസീബത്താണെന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു നാളിൽ എല്ലാവരും അതിനൊത്താശ ചെയ്തു എന്ന് പറയുക എന്ന ആ വലിയ അപകടം, അതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിച്ച് കാന്തപുരം പറഞ്ഞത് കള്ളത്തരമാണ്, ഈ സമൂഹം അതിന് ഉത്തരവാദിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശം കൊണ്ട് മാത്രമാണ് എന്ന് ഞങ്ങളിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ അതല്ലേ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നാശമുണ്ടായി എന്നാ പറഞ്ഞത്. ഡോക്ടർ ബാബു ജോൺ മലയാള മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖം കൂടി നിങ്ങൾ കേട്ടാൽ അത് വ്യക്തമാവും. അദ്ദേഹം ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഏറ്റവും മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പ്രചരണം കൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി, ഇത് സ്വകാര്യമായിട്ട് ചെയ്യേണ്ടിയല്ലേ. അതാ ഞങ്ങൾ പറഞ്ഞ് ആ പെണ്ണ് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ രക്ഷപ്പെട്ട് വരട്ടെ, രക്ഷപ്പെട്ട് വന്നിട്ട് വേണമെങ്കിൽ 2 ക്ലാസ് ക്രെഡിറ്റ് ഞങ്ങൾ അങ്ങോട്ട് കൊടുന്നരാന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ എന്തിനാണ് അതിന് വിലങ്ങിടുന്ന്? ഇപ്പം അതുണ്ടായത് ഇവിടെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം പരസ്യമാക്കി. അപ്പം നിങ്ങൾക്ക് എന്താ റസീദായിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതാ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു പെണ്ണ് കെട്ടിച്ചേരാൻ പറ്റില്ല, പിറ്റേ ദിവസം വാർത്താ സമ്മേളനം നടത്തും. ഏത് പരസ്യമാക്കണം, ഏത് രഹസ്യമാക്കണം? ഒരു ഇന്നിയാത്തിൽ അർബ് പോലില്ലാതെ ആൾ ഇന്ത്യ ജമിയത്തുലമ സെക്രട്ടറി ആണത്രേ. മോൻ പറ്റിച്ചതാ ഹക്കീം. എന്നിട്ട് മൂപ്പര് എവിടെ ഇല്ലായിരുന്നു. ബാപ്പ ഏതായാലും മരിക്കാനായല്ലോ, പെട്ടുകയാണെങ്കിൽ ആട് പോട്ടെ വിചാരിച്ചു. ബാപ്പനോട് ഒരു ഇറ്റ് സ്നേഹമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കേ ഉണ്ടാവൂ. എന്തൊക്കെ ഇടങ്ങാറാണ് ഈ വയസ്സുകാലത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നഷ്ടം ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ. കേരളത്തിലെ മീഡിയകളിൽ വന്ന പല വാർത്തകളും നമ്മുടെ ദൗത്യത്തിന് വളരെ വിനാശകരമായി സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ എക്സിക്യൂഷൻ ഡേറ്റ് ജൂലൈ 16 എന്നുള്ളത് മാറ്റിവെക്കാനായി തങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളും അതിന്റെ പുറകെ കുറച്ച് ആളുകളും അതിൽ ആക്ഷൻ കൗൺസിലിൻ്റെതായ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ വേറെയുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ അവരൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ഈ ചർച്ചകളിൽ നേരിട്ട് ബന്ധപ്പെട്ടതായിട്ട് എംബസിക്കോ അവിടെയുള്ള നിമിഷയുടെ ഫാമിലിയുടെ പവർ ഓഫ് അറ്റോർണിയായ സാമുവലിനോ അവിടെ ഉള്ള അമ്മയ്ക്കോ നിമിഷയുടെ ഭർത്താവായ ടോമിക്കോ യാതൊരു വിവരങ്ങളുമില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈപ്പായ വാർത്തകൾ, ഉദാഹരണത്തിന് മിനിഞ്ഞാന്ന് വൈകിട്ട് നിമിഷയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞ് മലയാളം മീഡിയകളിൽ നിന്ന് വാർത്തയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ മുഖ്യപ്രിയ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളും ഇവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ശരിക്കും ടോർപ്പിഡോ ചെയ്യുവാണ്. കാരണം മിനിഞ്ഞാന്ന് 28 വൈകുന്നേരം രാത്രിയിൽ വന്ന ന്യൂസ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എന്നെ പത്രപ്രവർത്തകർക്ക് വിളിച്ചു. അപ്പൊ ഞാൻ കോട്ട് ചെയ്യേണ്ടാത്ത രീതിയിലൊക്കെ മറുപടി പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ, അതായത് 29 ഇന്നലെ രാവിലെ വരുന്ന ന്യൂസ് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ, വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള സാധ്യതയാണ് എന്ന് അവർ തിരുത്തി പറയേണ്ടി വന്നു. അപ്പോൾ ഇതിനൊന്നും അവരുടെ അടുത്തൊന്നും ഒരു ഡോക്യുമെന്റും ഇല്ല. അപ്പൊ ഇതിന്റെ പ്രധാന വസ്തുത പബ്ലിസിറ്റി എടുക്കുന്നവർ എടുത്തോട്ടെ, പക്ഷേ നമ്മുടെ നിമിഷപ്രിയ എല്ലാവിധ സംരക്ഷണയോടും കൂടി യമന് പുറത്തു കിടക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ മരണപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ കാല് പിടിക്കുകയാണ്, യമനികളുടെ കാല് പിടിക്കുകയാണ്. അതിനുള്ള എല്ലാ റിസോഴ്സസും എല്ലാ ആളുകളും എല്ലാ സഹായ അങ്ങനെ. അപ്പൊ ഇത് നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്.
ഈ വാർത്ത മോചനത്തിന് തടസ്സമായി എന്നിടത്തേക്ക് കാര്യങ്ങൾ വിലയിരുത്തപ്പെട്ടു. എവിടെ എത്തിപ്പങ്ങളെ അവസ്ഥ? നിങ്ങൾക്ക് നിങ്ങളൊരാളായി 4 ആൾ പത്രത്തിൽ കൊടുത്ത് ചാനലിലും വന്നാൽ മതി. ഇവിടെ എന്തായാലും കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഓരോരുത്തർ ചാനലിലിരുന്ന് പറയാൻ വേണ്ടിയുള്ള ഓരോ വകുപ്പുണ്ടാക്കി എന്നല്ലാതെ ഇതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കാന്തപുരം സമസ്ത ഏറ്റെടുക്കണം. മുട്ടിപ്പടി തങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസ്ഥാനം ഏറ്റെടുക്കണം. നിങ്ങളൊരു പബ്ലിസിറ്റി, നിങ്ങൾ മാത്രമുള്ള ദുന്യാവിലിവിടെ വേറെയുള്ള ആളുകളൊന്നും ഒന്നും ചെയ്യണില്ലല്ലോ. ഇവിടെ വ്യവസായ പ്രമുഖരും പലരും അതിൽ നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിനോ? എന്നിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് തെറി, മിണ്ടാൻ പാടില്ല, മിണ്ടുക തന്നെ ചെയ്യും. പച്ച കള്ളം പറഞ്ഞതിനാ ഞങ്ങളെതിരായത്. ഞങ്ങൾ പറഞ്ഞല്ലോ, അവരെ രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടെങ്കിൽ നിയമപരമായി രക്ഷപ്പെടണം എന്ന് പറയുന്നവരാ ഞങ്ങൾ. കേന്ദ്ര സർക്കാർ വേണ്ടത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരാ നിങ്ങൾ. തടസ്സം ഉണ്ടാക്കാൻ ഞാൻ മതി. AP വിഭാഗം എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ തന്നെ കുറേ സലാമത്തായി. ഒന്നുകൂടി ആൾ തന്നെ വന്നോട്ടെ, ഒരു ഭാഗം കൂടി അയാൾ പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടിലെ ന്യൂസ് വരുന്നത്. അത് വരുമ്പോൾ അതിന്റെ നിമിഷപ്രിയനെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാനായി അധികാരമുള്ള വ്യക്തികളിൽ ഏറ്റവും പ്രധാനി തലാലിന്റെ ബ്രദർ അബ്ദുൽ ഫത്തയാണ്. അബ്ദുൽ ഫത്ത ഇങ്ങനെ ഒരു അഗ്രിമെന്റിൽ ഇതുവരേക്കും എത്തിയിട്ടില്ല. നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാനായിട്ട് അബ്ദുൽ ഫത്തയുടെ ഫാമിലിയും മാപ്പ് കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടില്ല. അത്തരം ഒരു എഗ്രിമെന്റിലേക്ക് അവരെത്താതെ എങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ്. അവിടുത്തെ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അവിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നമ്മൾ കാല് പഠിക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഞങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നു, ഞങ്ങളെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മിനിഞ്ഞാന്ന് ഈ വാർത്ത കേരളത്തിൽ പുറത്തു വന്ന ഉടനെ തന്നെ അബ്ദുൽ ഫത്ത MLA കോടതിയിൽ പോയി നിമിഷേനെ ഉടനെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നാട്ടിൽ ഇവരെ വാർത്ത വന്നപ്പോ അബ്ദുൽ ഫത്താഹ് മഹദി കോടതിയിൽ പോയിട്ട് അടുത്ത ഹർജി, ഈ വാർത്ത ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അദ്ദേഹമാണ് ആ ഫാമിലിയെ മാനേജ് ചെയ്യുന്നത്, ഇവര് വൈക്ക ഓനെന്താ പണിയുന്നു. എന്താ ചോദ്യം? കേരളത്തില് മർക്കസിലെ ഓഫീസിലിരുന്നിട്ട് തിന്ന് കുടിച്ച് മറിഞ്ഞിട്ട് ഒരു ബോധമില്ലാതെ ഇയാളെ ചോദ്യം ചെയ്യാൻ, ആ കുടുംബത്തിന് വരെ സർവം കൊടുക്കുന്ന അയാളാന്ന് അവർ പറയുന്നത്. എന്നിട്ട് ചോദ്യം ചെയ്തു പിന്നെ അവർ കോടതിയിൽ പോയിട്ട് ഹർജി കൊടുക്കുകയാണ്. പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കണം, അതിനുള്ള ഹർജിയായിട്ട് ആ കോടതിയിലേക്ക് പോകും. ആരാ ഉത്തരവാദി? കേരളത്തിലെ കാന്തപുരം സമസ്ത. നിങ്ങൾ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റദ്ദാക്കി ആ പെണ്ണിന് പെണ്ണ് പോരുന്നു. നിങ്ങൾ ഉണ്ടായതാണ് സർവനാശവും. ആളാകാൻ വേറെന്തെല്ലാം വഴിയുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഒരാളാകാനുള്ള വഴി വേറെ കിട്ടണില്ലെങ്കിൽ ആളാകാനാണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവനോട് കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനൊക്കെ ഒരു വഴിയുണ്ട് ഇവിടെ. ഇപ്പോൾ വഷളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫുൾ തെറിയാണ്. ഈ ഇടപെട്ടുകൊണ്ടാണല്ലോ വഷളായത്. ഞങ്ങൾ കള്ളത്തരം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ പുറത്തുവിട്ട ലെറ്ററിൽ 14 പിന്നെ 15 എങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാകല്? ഇത് ആർക്കും ചോദിക്കാലോ. അതിനിപ്പോൾ വലിയ ബുദ്ധി വേണോ? ആർക്കും ആവശ്യമില്ലല്ലോ ബുദ്ധി ഇതിന് കൂടുതൽ.